കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ആക്ച്വലി ഡ്രൈവിംഗ് സ്കില്ല് നമ്മൾ മീൻസ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ. ഡ്രൈവിങ്ങിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഡ്രൈവിംഗ് ലെസൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നത്, പിക്ക് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ ജോലിക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുന്നതെല്ലാം ആ ഒരു ഡ്രൈവിംഗ് സ്കിൽ ഉള്ളതുകൊണ്ടാണ്. സോ വിന്ററിൽ ഫ്രണ്ട്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഞാനിങ്ങനെ എന്ത് വീഡിയോ ചെയ്യണമെന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ റീസെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിലോട്ട് വന്നൊരു കാര്യമാണ് ഡ്രൈവിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്താലോ എന്ന്. ആക്ച്വലി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫ് സ്കില്ലാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്കിൽ. ആക്ച്വലി നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു ഗ്രേഡ് 1, 2 ലെവലിലൊക്കെ കുറച്ച് ലൈഫ് സ്കിൽസ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ടൈയിങ് എ ഷൂ ലേസ്, അതുപോലെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു ലൈഫ് സ്കിൽസ് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കും അറ്റ് പർട്ടിക്കുലർ ഏജ്, ലൈക്ക് വെരി ഏർലി ഏജ് ഓഫ് സ്കൂൾ ലൈഫ്. അത് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇൻ ഫ്യൂച്ചർ ലൈഫ്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അഡൽട്സിന് ഒരു 18 ഇയേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്, ലൈഫ് സ്കില്ലാണ് ഡ്രൈവിംഗ്. ഡ്രൈവിങ്ങിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാടുണ്ട്. ആക്ച്വലി ഇറ്റ് പ്രൊവൈഡ്സ് അസ് എ കൈൻഡ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രീഡം. അതുപോലെ തന്നെ നമ്മളൊരു സെൽഫ് എസ്റ്റീം, ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇഫ് വി നോ ഡ്രൈവിംഗ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനും ട്രാവൽ ചെയ്യാനും അതുപോലെ തന്നെ കുറേ മണി സേവ് ചെയ്യാനും പറ്റും ഇഫ് വി നോ ഡ്രൈവിംഗ്. അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ട്രാൻസിറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈം സേവ് ചെയ്യാൻ പറ്റും, എനർജി സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ കുറേ മണിയും സേവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ആക്ച്വലി ഡ്രൈവിംഗ് സ്കില്ല് നമ്മൾ മീൻസ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ലിറ്ററലി എവ്രി വൺ ഷുഡ് ബി ഹാവിങ് ദ സ്കിൽ ഓഫ് ഡ്രൈവിംഗ്. കാരണം ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് അത്രമാത്രം ഉണ്ട്. സോ ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് അസ് ഷുഡ് ബി നോയിങ് ഹൗ ടു ഡ്രൈവ്. കാനഡയിൽ 16 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ഇന്ത്യയിൽ ഐ തിങ്ക് ഇറ്റ്സ് 18 ഇയേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ 18 ഇയേഴ്സ് ആയ സമയത്ത് തന്നെ ഞാൻ ആക്ച്വലി ഐ വെന്റ് ഫോർ ഡ്രൈവിംഗ് ക്ലാസ്സസ് ആൻഡ് ദെൻ ഐ ഗോട്ട് മൈ ലൈസൻസ് വെൻ ഐ വാസ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ഐ എം ലൈക്ക് ഹാവിംഗ് ദിസ് എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് ആൻഡ് ഐ നോ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിംഗ് ദിസ് ഡ്രൈവേഴ്സ് ലൈസൻസ് ആൻഡ് ഡ്രൈവിംഗ് എ വെഹിക്കിൾ. അത് ഇനോമസ് ആണ്, പറഞ്ഞാൽ തീരാത്ത അത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് അതിന്. കാനഡയിൽ വന്നിട്ടും ഞാൻ കാനഡയിൽ വന്ന് അപ്പം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ലൈസൻസ് കനേഡിയൻ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈവൻ ദാറ്റ്സ് ആൻ എക്സ്ട്രാ സ്കിൽ. കാരണം ഡ്രൈവേഴ്സ് സീറ്റിന്റെ സൈഡ് ഓപ്പോസിറ്റ് ആണ്, റോഡിന്റെ സൈഡ്സ് ഓപ്പോസിറ്റ് ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. സോ വി വിൽ ഹാവ് ടു സറണ്ടർ അവർ ഇന്ത്യൻ ലൈസൻസ് വെൻ വി ഗെറ്റ് എ കനേഡിയൻ ലൈസൻസ്. അല്ലെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ കൺട്രീസിലും ഡ്രൈവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു എപ്പിസോഡ് ഐ സ്പെസിഫിക്കലി വോണ്ട് ടു ഡെഡിക്കേറ്റ് ടു മൈ ഡ്രൈവിംഗ് ടീച്ചർ. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ഷീബ ടീച്ചറാണ്. അപ്പോൾ ഷീബ ചേച്ചി, ഷീ ഈസ് മൈ ഫേവറേറ്റ് ടീച്ചർ ആൻഡ് ഷീ ഈസ് എൻ എക്സലന്റ് ടീച്ചർ. സോ ഐ എം സോ പ്രൗഡ് ടു ഹാവ് ഹർ ആസ് മൈ ഡ്രൈവിംഗ് ടീച്ചർ. അപ്പോൾ ചേച്ചി ആണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. സോ ഫസ്റ്റ് ഞാൻ ഡ്രൈവിംഗ് ലെസൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടെമ്പിളിൽ നിന്നാണ്. ശിവനും പാർവതിയും ഉള്ള ടെമ്പിളുണ്ട് വർക്കല, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ടെമ്പിൾ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഡ്രൈവിംഗ് ലെസൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ പോയി ഷീബ ചേച്ചിക്ക് അങ്ങനെ കുറച്ച് ഇതുണ്ട്. സോ വി ഗോ there and we pray and then after that we start. ഞാനും ഭയങ്കര ദൈവവിശ്വാസി ആയതുകൊണ്ട് ഐ റിയലി ലവ് ഡൂയിങ് ദാറ്റ്. ഈ നിമിഷം വരെ ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങേ അറ്റം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഭാവിയിലും ഉണ്ടാവും. കാരണം ഇതുവരെ ഒരു ആക്സിഡൻസോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളോ എനിക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് ഓൾവേസ് സേഫ്. ഇറ്റ് വാസ് സേഫ് ഗാർഡിങ് മീ ഓൾ ദി ടൈം. ആ ഒരു ബ്ലെസ്സിങ് എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് എനിക്കിങ്ങനെ അറിയാൻ പറ്റും. അപകടങ്ങളൊക്കെ വരാനുള്ള സൂചനകൾ കിട്ടിയാൽ പോലും വി വിൽ ബി സേവ്ഡ്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്, എപ്പോഴും ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നും.
അതുപോലെ കുറേ കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഡ്രൈവിംഗ് ആൻഡ് ഐ ലവ് ഡ്രൈവിംഗ്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ്സ് ടു ഡു. എൻ്റെ ഒരു പാഷനാണ് ആക്ച്വലി ഡ്രൈവിംഗ്. പാഷൻ എന്നതിലുപരി ഇറ്റ്സ് ഹെൽപ്പിംഗ് മീ എ ലോട്ട് ഇൻ മൈ ഡെയിലി ലൈഫ്. രാവിലെ ഞാൻ സാജ് രാവിലെ ജോലിക്ക് പോകും. അത് കാരണം ഹീൽ ബി ഗോയിങ് ഇൻ ഹിസ് കാർ ആൻഡ് ഞാനായിരിക്കും കൂടുതലും കുട്ടികളെ ഡ്രോപ്പ് ചെയ്യുന്നതും പിക്ക് ചെയ്യുന്നതും ഒക്കെ. ബട്ട് നൗ ദേ ആർ ട്രെയിൻ ടു ലൈക്ക് വാക്ക് ബാക്ക് ഫ്രം സ്കൂൾ. സോ വിൽ ബി വാക്കിംഗ് ബാക്ക്. രാവിലെ കുറച്ച് ബിസി സ്കെഡ്യൂൾ ആയത് കാരണം ഞാൻ മക്കളെ ഡ്രോപ്പ് ചെയ്യാറുണ്ട് സ്കൂളിൽ. സോ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നത്, പിക്ക് ചെയ്യുന്നത്, എനിക്ക് എൻ്റെ ജോലിക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുന്നതെല്ലാം ആ ഒരു ഡ്രൈവിംഗ് സ്കിൽ ഉള്ളതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഡിപ്പെൻഡിങ് ഓൺ പബ്ലിക് ട്രാൻസിറ്റ്. പബ്ലിക് ട്രാൻസിറ്റ് നമുക്ക് ആക്ച്വലി ട്രാൻസിറ്റ് വരുന്ന ടൈമിൽ നമ്മൾ പോയി വെയിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ടൈം കുറേ വേസ്റ്റ് ആവും. പിന്നെ അതുപോലെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ വി വിൽ മിസ് ദി ബസ്. വി ക്യാൻ ബി റീച്ചിങ് ഇൻ ടൈം ടു വർക്ക്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, രാവിലത്തെ റഷ്, സ്ട്രെസ്, ഇതെല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് ഇഫ് യു നോ ഹൗ ടു ഡ്രൈവ്, ഇതെല്ലാം, ഈ സംഭവങ്ങളെല്ലാം അവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. അപ്പോൾ എനിക്ക് എല്ലാവരുടെ പറയാനുള്ളൊരു കാര്യം, it's always better if you know how to drive. It's like a basic skill and basic necessity. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് സ്കില്ലാണ്, ഒരു ലൈഫ് സ്കില്ലാണ് ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് സ്കില്ല് മാത്രം അറ്റൈൻ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് മേക്ക് ഷുവർ ചെയ്യണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്താണ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ സേഫാണ്. അതുപോലെ റോഡിലൂടെ മറ്റുള്ള ആൾക്കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവരും സേഫാണ്. അതുപോലെ പെഡസ്ട്രിയൻസ് ക്രോസ് വാക്ക് ചെയ്യും, കുട്ടികൾ ക്രോസ് വാക്ക് ചെയ്യും, കുട്ടികൾ ചിലപ്പോൾ ക്രോസ് വാക്കിലൂടെ റൺ ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വി മേക്ക് ഷുവർ ദാറ്റ് വി ആർ മേക്കിംഗ് ourselves സേഫ് ആൻഡ് ദി പീപ്പിൾ അറൌണ്ട് us സേഫ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രാഫിക് റൂൾസും സ്പീഡ് ലിമിറ്റ്സും ഒക്കെ ഫോളോ ചെയ്താണ് ഡ്രൈവ് ചെയ്യുന്നതെന്നും ഉറപ്പുവരുത്തുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് സ്കില്ല് ഒരുപാട് ഇൻഡിപെൻഡൻസ് തരും. നമുക്കൊരു പേഴ്സണൽ സെൽഫ് എസ്റ്റീം ഉണ്ടാവും. സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രീഡം ആസ് വെൽ ആസ് ഒരു ഇൻഡിപെൻഡൻസ്, അതെല്ലാം ഈ പറയുന്ന എല്ലാ ക്വാളിറ്റീസും തരുന്ന ഒരു സംഭവമാണ് ഇഫ് വി നോ ഹൗ ടു ഡ്രൈവ്. അതുപോലെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഡ്രൈവിംഗ് സ്കിൽ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ വിന്ററിൽ ഫ്രണ്ട്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്രൈവ് അക്കോർഡിംഗ് ടു ദി കണ്ടീഷൻസ് ഓഫ് ദി റോഡ് എന്നാണ് പറയുന്നത്. ആ ടൈമിൽ നമ്മൾ സ്പീഡ് ലിമിറ്റ് നോക്കണ്ട. വി ഡ്രൈവ് അക്കോർഡിംഗ് ടു ദി കണ്ടീഷൻസ് ഓഫ് ദി റോഡ്. റോഡൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്, സ്നോ എല്ലാം വീണിട്ട് റോഡെല്ലാം ഐസിയാണ്, സ്ലിപ്പറിയാണ്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ റോഡിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് സ്ലോ ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കണ്ടീഷനിൽ ഒരുപാട് സ്പീഡിന് അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള സ്പീഡ് ലിമിറ്റ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി സ്കിഡ് ആവും ആൻഡ് വി വിൽ എൻഡ് അപ്പ് ഇൻ ആൻ ആക്സിഡന്റ്. സോ അതുകൊണ്ട് അതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവ് അക്കോർഡിംഗ് ടു ദി കണ്ടീഷൻസ് ഓഫ് ദി റോഡ്. അതുപോലെ ഇവിടെ കാനഡയിൽ റൂൾസ് ഉണ്ട്. വിന്റർ മന്ത്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ വിന്റർ ടയേഴ്സ് ഇട്ടിരിക്കണം. ചില മോസ്റ്റ് ഓഫ് ദി കാർസിലും ഓൾ സീസൺ ടയേഴ്സ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. എന്നാലും ഐ വുഡ് പേഴ്സണലി സേ വിന്റർ ടയേഴ്സ് ആണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത്. കാരണം ഓൾ സീസൺ ടയേഴ്സ് നമുക്ക് ഈ ടയർ മാറ്റുന്ന ഒരു പ്രോബ്ലം വരുന്നില്ല എന്നുണ്ടെങ്കിലും ഓൾ സീസൺ ടയേഴ്സ് ഒരിക്കലും വിന്റർ ടയേഴ്സിന്റെ അത്രയും ബെസ്റ്റ് അല്ല. അപ്പോൾ വിന്റർ ടയേഴ്സിൽ ഇവിടെ നല്ല സ്നോ ഉള്ള ഒരു കൺട്രി ആയത് കാരണം നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് വെച്ചിട്ട് നമ്മളെപ്പോഴും വിന്റർ ടയേഴ്സ് തന്നെ വിന്റർ മന്ത്സിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് സേഫ്. സോ വി ഡോണ്ട് ഹാവ് ടു വറി. ഈവൻ വിന്റർ ടയേഴ്സ് ഇട്ടാൽ പോലും ചിലപ്പോൾ വണ്ടി സ്ലിപ്പ് ആവാറുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഈവൻ ഓൺ വിന്റർ ടയേഴ്സ് പുട്ട് ഓൺ വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ വെൻ വി ആർ ഡ്രൈവിംഗ്. അതുപോലെ ഓൾ സീസൺ ടയേഴ്സിനെക്കാളും എപ്പോഴും ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് വിന്റർ ടയേഴ്സ് തന്നെയാണ്. സമ്മർ ആകുമ്പോൾ സമ്മർ മന്ത്സ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വിന്റർ ടയേഴ്സ് മാറ്റി സമ്മർ ടയേഴ്സ് ഇടണം. അതും ഇവിടുത്തെ റൂൾസിൽ വരുന്നതാണ്. സോ വിന്റർ ടയേഴ്സ് എക്സ്പെൻസീവ് ആണ്, ബട്ട് സ്റ്റിൽ ദർ ആർ പ്രോഗ്രാംസ് അവൈലബിൾ അണ്ടർ മാനിറ്റോബ പബ്ലിക് ഇൻഷുറൻസ്. ഞാൻ മാനിറ്റോബ എന്ന് പറയുന്ന പ്രോവിൻസിലാണ് ഉള്ളത് കാനഡയിൽ. എല്ലാ പ്രോവിൻസിലും ഇത് അവൈലബിൾ ആണ് വിന്റർ ടയർ പ്രോഗ്രാം. അപ്പോൾ ഈ വിന്റർ ടയർ പ്രോഗ്രാമിലൂടെ നമുക്ക് മന്ത്ലി പേയ്മെന്റ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക്
ഫോർ ആൻ എക്സാമ്പിൾ ഒരു ആവറേജ് അറൌണ്ട് ലൈക്ക് $30, $35 ഒക്കെ മന്ത്ലി പേയ്മെന്റ് വരത്തുള്ളൂ വിന്റർ ടയർ പ്രോഗ്രാമിലൂടെ നമ്മൾ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ. 2 or 3 or 4 years കൊണ്ടൊക്കെ നമ്മൾ ഈ ഒരു പേയ്മെന്റ് ഫിനിഷ് ചെയ്താൽ മതിയാവും. അപ്പം നമ്മൾ സേഫ്റ്റി എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യണം, എസ്പെഷ്യലി ഇൻ കൺട്രീസ് ലൈക്ക് കാനഡ വെയർ ദി റോഡ്സ് ആർ റിയലി സ്ലിപ്പറി ഡ്യൂറിങ് ലൈക്ക് സ്നോയി ഡേയ്സ്. അതുകൊണ്ട് നമ്മൾ അറിയാത്ത ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ പുതുതായിട്ട് വരുന്ന കാനഡയിലോട്ട് പുതുതായിട്ട് ഇമിഗ്രേറ്റ് ചെയ്ത ഫ്രണ്ട്സിന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. യൂസ് വിന്റർ ടയർ പ്രോഗ്രാം ഫോർ ബൈയിങ് വിന്റർ ടയേഴ്സ്. അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി ഓടിക്കാനാണ് ഏറ്റവും ഇഷ്ടം? കമന്റ് ഡൗൺ ബിലോ. നമ്മൾ വെറുതെ റിസ്ക് എടുത്തൊരു ആക്സിഡന്റിൽ എൻഡപ്പ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മളത് വരാതെ നോക്കുന്നതന്നെയല്ലേ. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ. സോ ഓൾവേസ് ഡ്രൈവ് സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. സോ ഡ്യൂഡിൽസ്, ലെറ്റ്സ് ഡു ദിസ്. ഡ്രൈവിംഗ് ഓൾറെഡി അറിയാവുന്ന ഫ്രണ്ട്സ് എല്ലാവരും സേഫ് ആയിട്ടും റൂൾസ് ഫോളോ ചെയ്തും ഡ്രൈവ് ചെയ്യുന്നെന്ന് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഇതുവരെ അറിയാത്ത ഫ്രണ്ട്സ്, let's go to a driving school starting tomorrow. See you next week. Till then, take care. Bye.